കേജ്രിവാൾ, ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കേജ്രിവാളിന്റെ വീട്ടിൽ ഇഡി റെയ്ഡ് നടക്കുകയാണ്. അറസ്റ്റ് വാറന്റുമായാണ് സംഘം എത്തിയിരിക്കുന്നത് എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. പ്രതിപക്ഷ നേതാക്കളെ എല്ലാം ജയിലിലാക്കാനുള്ള നീക്കങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്ന് അരവിന്ദ് കേജ്രിവാൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. വിഷ്ണു ദില്ലിയിൽ നിന്ന് ചേരുന്നു. വിഷ്ണു, എന്തൊക്കെയാണ് വാർത്തകൾ? ഷമി, അല്പം മുന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ വസതിയിലേക്ക് എത്തിയത്. ദില്ലി മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കെജ്രിവാളിന് 9ാമത്തെ നോട്ടീസ് നൽകിയിരുന്നെങ്കിലും കെജ്രിവാൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരായിരുന്നില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് എൻഫോഴ്സ്മെന്റ് കെജ്രിവാളിന്റെ വസതിയിലേക്ക് എത്തിയത്. അതോടൊപ്പം തന്നെ ഇന്ന് ഇടക്കാല ആശ്വാസം തേടി, അതായത് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കെജ്രിവാൾ ദില്ലി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നെങ്കിലും കെജ്രിവാളിന് ഇടക്കാല ആശ്വാസം നൽകാൻ ദില്ലി ഹൈക്കോടതി തയ്യാറായിരുന്നില്ല. തൽക്കാലം ഇടപെടേണ്ട എന്നതായിരുന്നു ദില്ലി ഹൈക്കോടതി ഒരു തീരുമാനം കൈക്കൊണ്ടത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ വസതിയിലേക്ക് എത്തിയിരിക്കുന്നത്. ഏകദേശം 12 ഉദ്യോഗസ്ഥരാണ് കെജ്രിവാളിന്റെ വസതിയിലെത്തി പരിശോധന നടത്തുന്നത്. കെജ്രിവാളിന് വസതിയിൽ ഈ മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പരിശോധന ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കമടക്കം ഉണ്ടായേക്കുമെന്നുള്ള ചില അഭ്യൂഹങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇഡി വൃത്തങ്ങൾ പ്രതികരിച്ചിരിക്കുന്നത് കെജ്രിവാളിന് സമൻസ് നൽകാനാണ് വസതിയിലേക്ക് എത്തിയത് എന്നതടക്കമുള്ള ചില സൂചനകൾ ഇഡി വൃത്തങ്ങളുടെ ഭാഗത്തുനിന്നും ഇപ്പോൾ പുറത്തു വരുന്നുമുണ്ട്. എന്തായാലും ദില്ലി മുഖ്യമന്ത്രി കെജ്രിവാളിന്റെ വസതിയിൽ എൻഫോഴ്സ്മെന്റ് അന്വേഷണ ഉദ്യോഗസ്ഥർ എത്തിയിരിക്കുന്നു. അവിടെ സെർച്ച് അടക്കമുള്ള നടപടികൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ആം ആദ്മി ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള ചില നീക്കങ്ങൾ നടത്തുന്നുണ്ട്. അതായത് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ അത് തടയണം, ഇടക്കാല ആശ്വാസം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കെജ്രിവാൾ ഉൾപ്പെടെ സുപ്രീം കോടതിയെ സമീപിക്കും എന്നതാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന ചില സൂചനകൾ. ഇതിനു പുറമെ എന്തായാലും എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ കെജ്രിവാളിന്റെ വസതിയിലേക്ക് എത്തിയ സാഹചര്യത്തിൽ ഇപ്പോൾ കെജ്രിവാളിന്റെ വസതിക്ക് മുന്നിൽ ഒരു സുരക്ഷാ ക്രമീകരണങ്ങൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ദില്ലി പോലീസാണ് സുരക്ഷാ ക്രമീകരണങ്ങൾ വർദ്ധിപ്പിച്ചിട്ടുള്ളത്. നോർത്ത് DCPയും കെജ്രിവാളിന്റെ വസതിയിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ഷമി, വിഷ്ണു, ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായി ഈ അറസ്റ്റ് ഉണ്ടാകുമോ, അങ്ങനെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു പ്രതികരണം ഇഡിയുടെ ഭാഗത്തു നിന്നോ അതല്ല ആം ആദ്മി പാർട്ടിയുടെ ഭാഗത്തു നിന്നോ വന്നിട്ടുണ്ടോ? ഈ ഘട്ടത്തിൽ അത്തരമൊരു പ്രതികരണം ഒരു ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല. കാരണം നേരത്തേക്ക് നമ്മൾ കണ്ടതാണ്, ജാർഖണ്ഡ് മുഖ്യമന്ത്രിയുടെ അടക്കം കാര്യത്തിൽ നമ്മൾ കണ്ടത് ഇത്തരത്തിൽ ഈ എൻഫോഴ്സ്മെന്റിന്റെ ഭാഗത്തൊന്നും പരിശോധന ഉണ്ടാകുന്നു, പിന്നീട് അറസ്റ്റ് ചെയ്യുന്ന നടപടിയിൽ ആണ് നമ്മൾ കണ്ടത്. അത് ദില്ലി മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ആഴ്ചയാണ് തെലങ്കാന മുൻ മുഖ്യമന്ത്രി ആയിരുന്ന KCRന്റെ മകൾ കവിതയെ എൻഫോഴ്സ്മെന്റ് വൈകിട്ടോടുകൂടി കവിതയുടെ വസതിയിൽ ചോദ്യം ചെയ്യാനെത്തുന്നു. അതിനുശേഷം രാത്രിയോടുകൂടി കവിതയെ അറസ്റ്റ് ചെയ്യുന്ന നടപടിയൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്.